വാട്ട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നുണ്ടല്ലോടാ ഒരു പുതിയൊരു ബസ്സാണ് ഗൈസ് എടുത്തിരിക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ട് ഇട്ട പേരാണ് ഗൈസ് ഈ ജ്വാല എന്ന ഹൾക്കിൻ്റെ ബസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇതുപോലെ 2-3 ബസ് വേറെ ഇറക്കിയിട്ടുണ്ട്. ഹൾക്ക്, അതേപോലെ അസ്ത്ര, പിന്നെ ഒരു ലാവ എന്ന് പറഞ്ഞ 2-3 ബസ്സും കൂടെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൾക്കിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഹൾക്കിൻ്റെ ബാക്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്, ബാക്കിൽ ഗ്ലാസ്സുമ്മലൊരു ഹൾക്കിൻ്റെ പേരും, അതേപോലെ ബാക്കിൽ ഹൾക്കിൻ്റെ സ്റ്റിക്കർ, അതേപോലെ സൈഡിൽ ഹൾക്കിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ട്. നമ്മൾ കുറച്ച് ഗ്ലാസിൻ്റെ മുകളിലായിട്ടുണ്ട്, അതാണ് നമ്മൾ സ്ലൈഡ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളുടെ ബസ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഹൾക്കിൻ്റെ മുകളിൽ കുറച്ച് ചെറിയൊരു രീതിക്ക് ഹൾക്കിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ഗൈസ്. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ബ്ലറാക്കിയിട്ടാണ് ഇട്ടത്, കാരണം പേര് കുറച്ച് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ ജ്വാല, നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ച പേരാണ് ഗൈസ് ഇത്. നമ്മൾ തന്നെ ചെയ്ത നെയിം ബോർഡും പിക്സൽ വർക്കും ഒക്കെയാണ് ഗൈസ് ഇത്. പിന്നെ ഇതിൻ്റെ ലിവറി വരുന്നത് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഹൾക്കിൻ്റെ സ്റ്റിക്കറൊക്കെ നമ്മൾ തന്നെ ചെയ്ത വർക്കാണ്. പിന്നെ ഹൾക്കിൻ്റെ എല്ലാവിധ കാര്യങ്ങളും, ഹൾക്ക് എവിടെയൊക്കെ വരുന്നുണ്ടോ അതൊക്കെ നമ്മൾ തന്നെ ചെയ്തതാണ്. പിന്നെ ഈ ഒരു ലിവറി യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അയച്ചു തരാം, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ് ഹൾക്കിൻ്റെ എല്ലാവിധ ക്രെഡിറ്റും ഈ ചാനലിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഈ ലിവറിയുടെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് ലിങ്ക് ഒന്ന് അടിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ലിവറി വേണ്ടവരെന്തായാലും ഒന്ന് പറയുക, എന്നാൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഗൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്മളെ ജ്വാലേൻ്റെ ഹൾക്ക്. അതേപോലെ 2-3 ബസ്സും കൂടി ഉണ്ട്, അതിൻ്റെ റിവ്യൂ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. നമ്മൾ 2-3 ബസ്സും കൂടി ഇറക്കാവുന്നതാണ്. നമ്മൾ ഹൾക്ക് നമ്മളെ 3ാമത്തെ ബസ്സാണ് ഗൈസ്. നമ്മളിതിൻ്റെ മുന്നേ ആദ്യം ഇറക്കിയത് അസ്ത്രയാണ്, പിന്നെ ലാവ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഗൈസ് നമ്മൾ ഹൾക്ക് ഇറക്കിയത്. നമ്മളെ ഹൾക്ക് ജ്വാലേൻ്റെ അസ്ത്രേൻ്റെ ഈ അസ്ത്രേൻ്റെ ലാവേൻ്റെ മുകളിലുള്ള നമ്മളെ ജ്വാല എന്നുള്ള പേര് ഗൈസ് വ്യത്യാസമുണ്ട്, അതാണ് ഞാനത് ആദ്യം ഇറക്കാഞ്ഞത്. അപ്പോൾ നമുക്ക് അതൊന്നുകൂടി ഒന്ന് റെഡിയാക്കാനുണ്ട്. നമ്മൾ വേറൊരു നെയിം ബോർഡായിരുന്നു ഗൈസ് ഇട്ടത്, ജ്വാല തന്നെയാണ്, പക്ഷേ ഫോണ്ട് വേറെയാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് റെഡിയാക്കിയതിന് ശേഷം ഇറക്കാവുന്നതാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഗൈസ് നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. പിന്നെ നമ്മളെ മോഡ് വരുന്നത് സെഡാസ്ത്രയിൽ സെഡോണിൻ്റെ ബാക്കാണ്, ബ്ലാക്ക് ഔളാണെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ അതിൻ്റെ മോഡ് ലിങ്കും ഇതിൽ ഇടാവുന്നതാണ്. മോഡും ലിവറി നമ്മൾ ഒരുമിച്ച് ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതായാലും കുറച്ച് ദൂരത്തേക്ക് ബസ് നമുക്കൊന്ന് കുറച്ച് ഓടിച്ച് നോക്കാം ഗൈസ്. ഞാൻ ഏതായാലും കുറേ ദൂരം ഓടിക്കുന്നില്ല, കുറച്ചേ പോകുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവർവ്യൂ എന്ന് പറയുന്ന ബസ്സിൻ്റെ ഗൈസ്. നമ്മളെ റോട്ടുമ്മ കൂടെ പോകുമ്പോഴുള്ളൊരു ലുക്ക് ഉണ്ടോ ഗൈസ്, വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യണം. ഞാൻ ഇതിൻ്റെ പാസ്വേഡൊന്നും ഇടുന്നില്ല, നമ്മളിപ്പോൾ തൽക്കാലത്ത് ഇത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഇട്ടിട്ട് നിങ്ങൾ കളിച്ചിട്ട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് ദൂരം ഓടിച്ചതിന് ശേഷം നമ്മൾ നിർത്തുന്നതാണ്. ഞാനിതിൻ്റെ ചെറിയ റിവ്യൂ ആയിട്ടാണ് ഗൈസ് വന്നത്. അപ്പോൾ ഞാൻ ഏതായാലും ഒന്ന് ഓടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്തവരെല്ലാവരും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, അത് മറക്കരുത്. ഓക്കെ ഗൈസ്, ഞാൻ ഏതായാലും നമ്മുടെ സൈഡിൽ കൂടെ കട്ടിച്ച് വെട്ടിച്ച് എടുക്കുകയാണ് ഗൈസ്. നമ്മുടെ ജ്വാലേൻ്റെ ബസ് ഇതിലൂടെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഏതായാലും ഒന്ന് ബാക്ക് എടുത്തിട്ട് കുറച്ചങ്ങോട്ട് മുന്നിൽ കൂടെ പോകാൻ പറ്റുമോ നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ മുന്നിൽ കൂടെ എടുക്കുകയാണ്, അതിലൂടെ വഴിയുണ്ട്. അപ്പോൾ ഞാൻ അതിലൂടെ എടുക്കുകയാണ് ഗൈസ്. ഇതിലൂടെ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞൊന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ചെയ്യണം ഗൈസ്. എന്നാലേ നമുക്ക് പുതിയ പുതിയ വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഏതായാലും ബസ്സും കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഗൈസ്. നമ്മൾ കുറച്ചാണ് ചെയ്യുന്നുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞതാണ് കുറച്ച് ചെയ്യുന്നുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ ഏതായാലും കുറച്ചുകൂടി അങ്ങോട്ട് പോട്ടെ ഗൈസ്. മുന്നിൽ ബ്ലോക്കാണെന്ന് തോന്നുന്നു, 2-3 വണ്ടി അടുപ്പിച്ച് നിൽക്കുന്നുണ്ട്. ഇത് കിട്ടാൻ ചാൻസ് കുറവാണ്. മിക്കവാറും ഇൻറ്റീരിയർ വ്യൂ ഇടട്ടെ ഗൈസ്, മറ്റ് ഉള്ളോട്ട് കാണാൻ ചാൻസ് കുറവാണ്. നമുക്ക് ഏതായാലും ബസ്സൊന്നും ഇവിടെ നിർത്തി ആ ബ്ലോക്കൊന്ന് പോട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഏതായാലും 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലോക്കൊന്ന് പോയിക്കോട്ടെ വിചാരിച്ച് ഗൈസ്. നമുക്ക് ജ്വാലേൻ്റെ ഒരു ഔട്ട്ലുക്ക് ഇതാണ്, മറ്റ് മുന്നോട്ട് കാണാൻ വളരെ ചാൻസ് കുറവാണ്, അതാണ് ഞാനതൊന്ന് പോക്കിയ ട്രാഫിക്. അപ്പോൾ ഞാൻ ഏതായാലും വീണ്ടും വണ്ടി എടുത്തിട്ട്, മിക്കവാറും ബസ് അധികം ദൂരമൊന്നും പോയിട്ടുണ്ടാവില്ല, അതിവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജ്വാലേൻ്റെ ലിങ്ക് കൊടുക്കുക, നമ്മളെല്ലാവരും അതെങ്ങനെ ഉണ്ടെന്ന് പറയുക ഗൈസ്. അപ്പോൾ ഏകദേശം നമ്മളുടെ സ്ഥലം എത്താനായിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടിയാണ് ഗൈസ് ഓടിക്കുന്നത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, എന്തിനാണെന്ന് എനിക്ക് പോലും അറിയില്ല.
അപ്പോൾ നമ്മൾ ഇതാണ് ഗൈസ് നമ്മുടെ ബസ്സിൻ്റെ ഓവർ വ്യൂ. നല്ലൊരു ലിവറി ആയിട്ടാണ് ഗൈസ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ ലിവറി അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായ ലിവറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഗൈസ്. നമ്മൾ പിക്സൽ ലാബ് അതേപോലെ പിക്സാർട്ട് എന്ന് പറഞ്ഞ 2 ആപ്പാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലിവറി നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഗ്രാഫിക്സ് എഡിറ്റബിൾ ആയിട്ടുള്ളത് നമുക്ക് യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ അത് അവിടെ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ക്രിയേറ്റ് ചെയ്യുക ഗൈസ്. നമ്മളുടെ ടെംപ്ലേറ്റ് എടുത്തതിന് ശേഷം അപ്പോൾ നമ്മൾ ലോഡിങ് കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കായിട്ട് വേണമെങ്കിൽ ടെംപ്ലേറ്റിൽ ലിവറി അടിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഗ്രാഫിക്സ് റിയാക്റ്റബിളായിട്ട് യൂട്യൂബിൽ നിന്നും ഗൂഗിളിൽ നിന്നൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയും ചെയ്യാം, ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരും അതേപോലെ ഫോണ്ടും ഒക്കെ വേണമെങ്കിൽ നമ്മുടെ പിക്സൽ ലാബ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അതിൻ്റെ ലിങ്കും അതേപോലെ പിക്സാർട്ട് എന്ന് പറഞ്ഞൊരു ആപ്പും ഉണ്ട്, അതിൻ്റെ ലിങ്കും നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു 2 ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഗൈസ് ഞാൻ ഈ ഒരു ലിവറി അതേപോലെ നമ്മളുടെ ബസ് നമുക്ക് യൂട്യൂബിൽ നിന്ന് സെഡാസ്റ്ററിൻ്റെ സെഡ് ഓൺ ബാക്ക് കിട്ടിയതാണ് ഗൈസ്. നമ്മളുടെ ലിവറി മാത്രമാണ് നമ്മളുടേതായ ഇതിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്സും വേറൊരാൾ ചെയ്തതാണ്, നമ്മളത് യൂട്യൂബിൽ നിന്ന് എഡിറ്റബിൾ ആയിട്ടുള്ള ലിങ്കിൽ എടുത്തതാണ്. അപ്പോൾ ജ്വാല എന്നുള്ള പേരും അതേപോലെ ഹൾക്കാണ് ഗൈസ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതേപോലെ വേറെ ലിവറിയിൽ നമ്മൾ ഒരു ലാവ അതേപോലെ അസ്ത്ര അത് രണ്ടും ഉണ്ട്, നമ്മൾ ചെയ്യുന്നതാണ്. നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യാം. അപ്പോൾ ഗൈസ് ഇവിടെ നല്ലൊരു ട്രാഫിക് ഉണ്ട്, ഞാൻ ഇതിനൊന്ന് വെട്ടിക്കാൻ പറ്റുമോ നോക്കട്ടെ. മിക്കവാറും ചാൻസ് വളരെ കുറവാണ്. റൈറ്റ് സൈഡിലോട്ടൊരു കട്ടിങ് കിട്ടുകയാണെങ്കിൽ ഞാൻ റൈറ്റിലോട്ട് എടുക്കുന്നതാണ്. നമുക്ക് ഇൻറ്റീരിയർ വ്യൂ ആയതുകൊണ്ട് റൈറ്റ് സൈഡിലോട്ട് കട്ടിങ് എവിടെയാണ് വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ഞാനൊന്ന് എക്സ്റ്റീരിയർ വ്യൂവിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇവിടെയാണ് അവിടെ എവിടെയും കട്ടിങ് ഗൈസ്, അവിടെ ഒരു കട്ടിങ് ഉണ്ട്, ഞാനെന്തായാലും റൈറ്റിലോട്ട് എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മുന്നിൽ നിന്നൊരു കാറ് വരുന്നുണ്ട്, നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കാൻ പറ്റുമോ ഗൈസ്? ലെഫ്റ്റിലോട്ട് പോകേണ്ട, പണിയാണ്. മുന്നിൽ വണ്ടി, എൻ്റെ മോനെ ഞാൻ വിചാരിച്ചത് തട്ടി തെറിപ്പിച്ചു. ഇവിടുന്ന് പോകാൻ പറ്റില്ല ഗൈസ്, ലോറിയാ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഗൈസ്. നമുക്ക് ഏതായാലും ഇവിടുന്ന് കട്ട് ചെയ്യാം, ഉറപ്പാണ്. ടാങ്കർ പതുക്കെയാണ് വരുന്നത്, അപ്പോൾ നമ്മൾ ഏതായാലും കുറച്ച് കൂടെ സ്പീഡിൽ അതിനെക്കാട്ടും സ്പീഡിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുന്നിലെത്തി ഗൈസ്. ഇവിടുന്ന് നല്ല കാല് റോഡാണ് ഗൈസ് കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കുള്ള ലിവറി നിങ്ങളുടെ ഇഷ്ടത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഗൈസ് നമ്മൾ കുറേ ആപ്പ് കണ്ടുപിടിച്ചത്. നമ്മളെല്ലാം വേറെ ഓരോ ആൾക്കാരാണ്, നമുക്ക് ഉപകാരമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലിവറി ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു ആപ്പ് ചെയ്യാവുന്നതാണ്. ഈ 2 ആപ്പും മതി ഗൈസ് ഏകദേശം ഇത് ചെയ്യാൻ. ഇതിൻ്റെ ഫോണ്ട് ഉണ്ടാക്കാൻ കുറച്ച് ചെറിയൊരു പണി ഉണ്ടെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ പിക്സലുള്ള വേണമെങ്കിൽ പിക്സലാക്കാം, അല്ലെങ്കിൽ പിക്സൽ അല്ലാത്തതും ചെയ്യാൻ പറ്റും, ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. പിക്സലാകുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റൊക്കെ കത്തുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും, അതേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതാണ് നമ്മളുടെ ലിവറി ഉണ്ടാക്കാനുള്ളൊരു ടെക്നിക്കെന്ന് പറയുന്നത്. ഞാൻ ഏതായാലും ഗൈസ് അവിടെ ഒരു സ്ഥലം കണ്ടിട്ടുണ്ട്, അവിടെ നിർത്താവുന്നതാണ് എൻ്റെ മൈൻഡ് പറയുന്നത്. കാരണം ഇത് ലോങ് ആവുകയാണെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല ഗൈസ്. ഇത് ചെറിയൊരു ലിവറീൻ്റെ അതേപോലെ ബസ്സിൻ്റെ ഒരു റിവ്യൂ ആണല്ലോ, അപ്പോൾ അതിൽ വലുതായിട്ട് കാണിക്കാനൊന്നുമില്ല. അപ്പോൾ ഞാൻ ഏതായാലും നമ്മളുടെ ബസ് ഇവിടെ നിർത്തുകയാണ്. നമ്മളുടെ അടുത്ത ബസ്സിൻ്റെ ലിവറിയും അതേപോലെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. അതേപോലെ ഒന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യുക, നിങ്ങളുടെ ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഗൈസ് എൻ്റെ റെസ്പോൺസ്. അതേപോലെ നമ്മൾക്കൊരു മോട്ടിവേഷനാണ് അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഏതായാലും നമ്മുടെ ബസ് അവിടെ നിർത്തി നല്ല അടിപൊളി സെറ്റപ്പിൽ നിൽക്കുന്നുണ്ട്. ഇതുവരെ പ്രശ്നമൊന്നുമില്ല ഗൈസ്, നമ്മുടെ ബസ് ഇതുവരെ എവിടെയും തട്ടിയിട്ടുമില്ല, 100% ലൈഫാണ്. അതേപോലെ കൺട്രോളൊക്കെ ഉള്ള ബസ്സാണ് ഗൈസ്. ഇൻറ്റീരിയർ വ്യൂവിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ, സീ യു.